സർ ഇതെല്ലാം പറഞ്ഞ ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടു. ഒരു നേതൃമാറ്റം വേണമെന്നുള്ളത് അണികളിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. നമ്മൾ പോലും പലപ്പോഴും എത്ര ദിവസമായിട്ട് ഇപ്പോൾ ഇതേ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും, പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ടോപ്പിക് ഇല്ലായ്മയല്ല, ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ഇത് എപ്പോഴെങ്കിലും ഇവരുടെയൊക്കെ ചെവിയിലേക്ക് എത്തുമെന്നുള്ളത് കരുതിയിട്ട് കൂടിയാണ് നമ്മൾ ഇതെല്ലാം എടുത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത് പോലും. അപ്പൊ നേതൃമാറ്റം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് അണികൾ ആവശ്യപ്പെടുന്നുണ്ട്. പല ഘടകങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചും നേതാക്കൾക്കിടയിൽ പോലും ആവശ്യമായിട്ട് ഉയർന്നു വരുന്നത് നേതൃമാറ്റമാണ്. മാറിക്കൊടുക്കാൻ എന്തിനാണ് ഇത്രയും മടി? അല്ല, മാറിക്കൊടുക്കാൻ മടി വ്യക്തിപരമല്ല, വ്യക്തിപരമുണ്ട്, അല്ലാതെ ഉണ്ട്. വ്യക്തിപരമായ ചില ഘടകങ്ങൾ ഉണ്ടാവാം. പ്രശ്നം പ്രത്യയശാസ്ത്രപരമായ ഒരു പാർട്ടി ഇല്ലാതായി എന്നുള്ളതാണ്. ഒരു നേതാവ് മാറി വേറെ നേതാവ് വരുമ്പോൾ പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ആ നേതാവ്, പുതിയ നേതാവ് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ നേതാക്കന്മാരും മാറിയിട്ടുണ്ട്. ഇപ്പൊ EMS ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന ഒരു നേതാവായിരുന്നു EMS. അത് കഴിഞ്ഞ് പിന്നെ സഖാവ് നായനാർ വന്നു, അതിനുശേഷം PS വന്നു, പിണറായി വിജയൻ വന്നു, ഒക്കെ വന്നു. പക്ഷെ അവിടെയൊക്കെ ഒരു ആശയത്തിന്റെ പുറത്താണ് ഈ പാർട്ടി നിന്നിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു ആശയമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെ കൂടെ നിർത്താൻ പറ്റും. രണ്ടാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അഴിമതിയാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുടെ സംഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ഒരാളെ തൊട്ടാൽ മറ്റവന് പെടും. അപ്പൊ പിണറായി വിജയനെ പിന്തുണച്ചാൽ നിങ്ങൾക്ക് എന്താ അഴിമതി ചെയ്യാം, എന്ത് തോന്നിവാസവും പറയാം. അപ്പൊ പിണറായി വിജയൻ പോയാൽ ഇതിന്റെ ഘടനയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ, കാരണം ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി വരെ പിണറായിയുടെ ആളെ വെച്ചേക്കണേ. ഇവര് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മറ്റു തരത്തിലുള്ളവരെ എടുത്തിട്ട് അടിക്കും. ഇവര് മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയും തന്നെ മാറേണ്ടി വരും. മുകളിൽ മാറിയാൽ പോരാ, കാരണം അതിനനുസരിച്ച് ഈ ഘടന ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പൊ പിണറായി വിജയന് ശക്തിയില്ല എന്ന് തീരുമാനിച്ചാൽ അപ്പൊ MP ഗോവിന്ദൻ പോകും. ഇപ്പോൾ സെക്രട്ടറിയിൽ 90% ആളും പോകും. കാരണം ഇവരാരും പിണറായിക്കെതിരെ പറഞ്ഞിട്ടില്ല. പിണറായിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞൊരാളെ വേണ്ടി ലീഡറാക്കാൻ, അല്ലാണ്ട് ആരും ലീഡറാക്കും? ഇപ്പൊ പിണറായി 100% ന്യായീകരിക്കുന്ന ആളുകളെ നിങ്ങൾ ലീഡറാക്കിയിട്ട് എന്താ കാര്യം?